മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണം പരാക്രമം. ആന കാറ് ചവിട്ടി തകർത്തു. വിട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് കാട്ടാന തകർത്തത്. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടാന ഇറങ്ങിയത്. ദൃശ്യങ്ങളും അവിടെ നിന്ന് വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഈ വിധമാണത്. പടയപ്പയാണ്. മൂന്നാറിലാണ് സംഭവം. മൂന്നാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പടയപ്പയുടെ പരാക്രമം. കാറ് ചവിട്ടി തകർത്തു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് തകർത്തത്. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടാന ഇറങ്ങിയത്. ഇതാണ് ആ തകർക്കപ്പെട്ട കാറ്. അഖില് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അഖില് അയച്ച ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ കാണുകയായിരുന്നു. പ്രേക്ഷകരൊക്കെ അത് കാണുന്നു. വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ആ നാട്ടുകാർ പറയുന്നത്? ശരത്ത്, ഇന്ന് വെളുപ്പിനോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ പടയപ്പയുടെ ഒരു പരാക്രമം തന്നെ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പ ശാന്തനായിരുന്നു. മതപ്പാടിന് ശേഷം പടയപ്പ ജനവാസ മേഖലകളിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. പടയപ്പയുടെ പേരിൽ ആക്രമണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പടയപ്പ നല്ലതണ്ണി എസ്റ്റേറ്റിന്റെ ഭാഗത്താണ് നിലയുറപ്പിച്ചിരുന്നെങ്കിലും ആ ഭാഗത്തേക്ക് വരികയോ ജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മൂന്നാറിൽ നല്ലതണ്ണി എസ്റ്റേറ്റിന്റെ ഭാഗത്ത് പടയപ്പയുടെ പരാക്രമം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. യാതൊന്നുമില്ല, വരുന്നു, ഒരു കാറ് മുമ്പിൽ കിടക്കുന്നു, ചവിട്ടി പൂർണ്ണമായി തകർക്കുന്ന ഒരു നിലയിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നല്ലതണ്ണി എസ്റ്റേറ്റിലെ താമസക്കാരനായ ദിനകരന്റെ കാറാണ് ഇത്തരത്തിൽ പടയപ്പ തകർത്തത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോഴും പടയപ്പ നല്ലതണ്ണി എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും ഒക്കെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടില്ല. RRT സംഘം ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളുമായി മാരക കൊമ്പാണല്ലോ ഈ പടയപ്പയ്ക്ക്. മാരക കൊമ്പാണ്. എന്തൊരു നീളം! തീർച്ചയായും പടയപ്പയുടെ ഏറ്റവും വലിയ ആകർഷകമായി അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത് കൊമ്പിന്റെ നീളമാണ്. നല്ല പ്രായമുള്ള ആനയാണ്. വർഷങ്ങളായി അവിടെ നല്ലതണ്ണി എസ്റ്റേറ്റും മൂന്നാറുമായി അവിടുത്തെ ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ട് കഴിയുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ ആ ആനയ്ക്ക് പടയപ്പ എന്ന് പേരിട്ടത് തന്നെ അവിടെയുള്ള ആളുകളാണ്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് പടയപ്പ ഇത്തരത്തിൽ അക്രമ സ്വഭാവങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങിയത്. എന്ത് തന്നെയായാലും പടയപ്പയെ സ്നേഹിച്ച ആളുകൾക്ക് തന്നെയാണ് ഇപ്പോൾ പടയപ്പ വഴി ഇത് ക്രൂരതകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്, നാട്ടുകാർക്ക് വളരെ സ്നേഹമായിരുന്നു, അടുപ്പമായിരുന്നു. പടയപ്പയും കലിപ്പിലായി അല്ലേ? തീർച്ചയായും. എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? എന്താണ് വനം വകുപ്പ് പറയുന്നത്? നേരത്തെ മന്ത്രി പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊന്നും വന്നാൽ ഒരു ഒറ്റമൂലിയും കയ്യിലില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ കാട്ടാനയ്ക്ക് മുമ്പിൽ പെട്ടു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ എന്താണ് ഇതിൽ വനം വകുപ്പ് വല്ലതും പറയുന്നുണ്ടോ? വനം വകുപ്പ് മന്ത്രി ഇതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ? അറിയാമോ വല്ലതും? വനം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണങ്ങളൊന്നും വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വനം വകുപ്പ് RRT സംഘം എന്തായാലും ഇപ്പോൾ നിലവിൽ നല്ലതണ്ണി പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ പടയപ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പടയപ്പ ഉൾക്കാട്ടിലേക്ക് കയറി പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ പടയപ്പ തന്നെ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്ക് ഇപ്പൊ പടയപ്പ പടക്കം പൊട്ടിച്ചാലോ ആളുകൾ ബഹളം വെച്ചാലോ ഒന്നും കയറിപ്പോകുന്ന ഒരു പ്രാകൃതക്കാരനോ സ്വഭാവക്കാരനോ അല്ല. അതുകൊണ്ട് തന്നെ ഏറെ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനവാസ മേഖലയിൽ നിന്ന് പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനായി. ചരക്ക്, ശരി, ഏതായാലും അതൊരു വലിയ പരിശ്രമം തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അഖിൽ അതേക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരുന്ന ബുള്ളറ്റിനുകളിൽ അത് മനസ്സിലാക്കി അഖിൽ കൂടുതലായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കും.